നമസ്കാരം. ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ മുഖം, ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഖം, ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം സഹയാത്രികനായി സഞ്ചരിച്ച വ്യക്തിത്വമാണല്ലോ ഈ ചെറിയാൻ ഫിലിപ്പ്. ചെറിയാൻ ഫിലിപ്പിന് ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും പറയുവാൻ ഓരോ കഥകളുണ്ടാകും. ആ കഥയ്ക്കെല്ലാം പക്ഷേ ഒരു മുഖം മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ്. അത് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ജി ശക്തിധരൻ. അദ്ദേഹം തൻ്റെ ഒരു കുറിപ്പിലൂടെ അദ്ദേഹം പറയുന്നത്, ചെറിയാൻ ഫിലിപ്പിനോട് വീണ്ടും വിനയപൂർവ്വം പറയട്ടെ, കാറ്റുള്ളപ്പോൾ തൂറ്റിനോക്കുന്ന ചെറിയാൻ ഫിലിപ്പിൻ്റെ ഈ തറ പരിപാടി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. എനിക്ക് താങ്കളെ ഇഷ്ടമാണ്, ബഹുമാനമാണ്, എൻ്റെ പ്രിയ സുഹൃത്താണ്. താങ്കളുടെ അവസരവാദ രാഷ്ട്രീയത്തെ ഇഷ്ടമില്ലാതായുള്ള താങ്കളുടെ സൗമ്യതയിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിർദ്ദയത്വത്തെ ഞാൻ പുച്ഛിച്ചു പോകുന്നത് എൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം കൊണ്ടല്ല. ഇങ്ങനെ പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയതും ഈ നമ്മുടെ ചെറിയാൻ ഫിലിപ്പ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. അത് ജി ശക്തിധരൻ എന്നല്ല, അറിയാവുന്ന ആരാണെങ്കിലും പറയും. കാരണം സത്യത്തെ അന്ത്യശ്വാസം വരെ മുറുകെ പിടിക്കണമെന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് ശക്തിധരൻ പറയുന്നു. താങ്കളുടെ ലൗകിക ജീവിതം യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ കാടത്തം കെടുത്തിക്കളഞ്ഞു എന്ന കഥയുണ്ടല്ലോ, ആ കഥ ആവർത്തിച്ചെഴുതുന്നത് വില കുറഞ്ഞ തറ രാഷ്ട്രീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. മുമ്പും ഞാനിതിന് പ്രതികരിച്ചിട്ടുണ്ട് എന്ന് ശക്തിധരൻ പറയുന്നു. ഇപ്പോൾ തഞ്ചം നോക്കി വീണ്ടും ആ അമിട്ട് പൊട്ടിക്കുവാൻ താങ്കൾ നോക്കുകയാണ്. അതായത് ജയപ്രകാശിൻ്റെ മകൻ JS സിദ്ധാർത്ഥൻ്റെ ദുരന്തം താങ്കൾക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ അരനൂറ്റാണ്ട് മുമ്പ് നേരിട്ടതായി അവകാശപ്പെടുന്ന മർദ്ദനവുമായി താരതമ്യം ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട സിദ്ധാർത്ഥൻ്റെ ഓർമ്മയെ അപഹസിക്കലാണ് എന്ന് പറയേണ്ടി വരുന്നു. അന്ന് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞിട്ട് വിജയശ്രീലാളിതനായി തിരുവനന്തപുരം പാളയത്തെ കണ്ണിമേറ മാർക്കറ്റിന് മുന്നിലൂടെ ആഹ്ലാദപൂർവ്വം മുദ്രാവാക്യം വിളിച്ച് സ്റ്റാച്യുവിലേക്ക് തുള്ളിച്ചാടി കടന്നു പോകുന്ന ഈ ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയപ്പെടുന്ന ചെറിയാൻ്റെ ദൃശ്യം തനിക്കിന്നും ഈ നിമിഷവും ഓർമ്മയുണ്ട് എന്ന് അവകാശപ്പെടുകയാണ് ശക്തിധരൻ. ആരെങ്കിലും ചെറിയാൻ കല്യാണം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ 2ാം നിലയിൽ നിന്ന് വീഴ്ത്തിയെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ തുള്ളിച്ചാടി ജാഥ നയിക്കുക എന്നൊരു ചോദ്യം ഉണ്ടാകുന്നില്ലേ? ചെറിയാൻ ഇപ്പോൾ കഥ ചമയ്ക്കുന്ന തരത്തിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ 2ാം നിലയിൽ നിന്ന് ചെറിയാൻ ഫിലിപ്പിനെ താഴേക്കെറിഞ്ഞു അന്ന് അപായപ്പെടുത്തിയിരുന്നുവെങ്കിൽ K കരുണാകരൻ്റെയോ അല്ലെങ്കിൽ മുഹമ്മദ് കോയയുടെയോ ഭരണത്തിൽ ഏതെങ്കിലും ഒരു SFIക്കാരനെ വെറുതെ വിടുമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. മഹാമനസ്കത കൊണ്ട് പോലീസിൽ അറിയിക്കാതിരുന്നതാണോ എന്നുകൂടി ചോദിക്കേണ്ടി വരുന്നില്ലേ? കോളേജിൽ ജീവിക്കാൻ ഞങ്ങൾ ഒത്തിരി ചോര ചിന്തിയതാണ് ചെറിയാനെ. അതുകൂടി പറയുകയാണ് ശക്തിധരൻ. നിങ്ങളുടെ ഓരോ നേതാവിനും നിഴലുപോലെ ഗുണ്ടകളുണ്ടായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ചെറിയാൻ ഇപ്പോൾ പറയുന്ന തരത്തിൽ വൃഷ്ണത്തിനോ മറ്റേതെങ്കിലും രഹസ്യഭാഗത്തോ മർദ്ദനമോ ചതവോ അല്ലെങ്കിൽ ക്യാമ്പസിൽ വെച്ച് സംഭവിച്ചിരുന്നുവെങ്കിൽ 2ഓ 3ഓ അടുപ്പമുള്ള നേതാക്കൾ മാത്രം അറിഞ്ഞുവെന്നാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്? 2ാം നിലയിൽ നിന്ന് പട്ടാപ്പകൽ നിലത്തേക്ക് താങ്കളെ എടുത്തെറിയപ്പെടുന്ന ചെറിയാൻ സെർവൻസിൻ്റെ ഡോട്ട് കിക്സോട്ട് എന്ന കഥാപാത്രത്തിൻ്റെ കോളേജ് പതിപ്പായിരുന്നോ എന്ന് കൂടി ചോദിക്കേണ്ടി വരുന്നു ചെറിയാനെ. നഗരമധ്യത്തിൽ കൊടിപടം പോലെ നിലകൊള്ളുന്ന കോളേജിൽ ഇങ്ങനെ സംഭവിച്ചാൽ ഒരു സൈക്കിളിൽ കയറ്റിയെങ്കിലും ആരെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോവുക പതിവല്ലേ? അങ്ങനെ എത്തിക്കാറില്ലേ? അത് ചെയ്യേണ്ടതുമല്ലേ? പ്രിൻസിപ്പളായിരുന്ന സൂര്യനാരായണ അയ്യരോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു അധ്യാപകനോ ഇത് ശ്രദ്ധയിൽപ്പെടാതെ പോയോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നു. എന്താ അന്ന് എക്ലിപ്സ് ഉണ്ടായോ? ഇത്രയൊക്കെ എഴുതുന്നത് ചെറിയാനെ കുത്തുമുറിവേൽപ്പിക്കാനല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിധരൻ. താങ്കളുടെ എല്ലാ കൗശലവും ഹൃദയം തുറന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താനെന്നും പറയുമ്പോഴും പക്ഷേ ഒരാളുടെ വിശ്വാസ്യത കൈമോശം വന്നു പോകുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ വിശ്വാസ്യത കൈമോശം വന്നാൽ അത് നമ്മുടെ വ്യക്തിമൂല്യത്തെ ബാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 50 വർഷം മുമ്പ് നിക്കർ മാറ്റിയ പ്രായത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് കടും പച്ച ഉടുപ്പും ധരിച്ചു കടന്നു വന്ന ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയപ്പെടുന്ന ചുണക്കുട്ടിയെ ആദ്യം കണ്ട രംഗം ഇന്നും തനിക്ക് ഓർമ്മയുണ്ട് എന്ന് അവകാശപ്പെടുകയാണ്. ആ ഉടുപ്പ് പോലും SFIയോടൊപ്പം നിൽക്കണേ എന്ന് ഞാൻ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചതും ഇല്ല, ഞാൻ മാർ ഇവാനിയസ് കോളേജിലെ തന്നെ KSUവിൻ്റെ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറുപടി, ആ മറുപടി പറഞ്ഞതും ഇപ്പോഴും എൻ്റെ കാതിലുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് ശക്തിധരൻ.
ചെറിയാനെപ്പോലെ മിടുക്കനായ ഒരു വിദ്യാർത്ഥി ഒപ്പം വേണമെന്ന് അന്ന് നമ്മളും ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ SFIയും ആഗ്രഹിച്ചിരുന്നു എന്ന് ശക്തിധരൻ പറയുന്നു. അവസാനം ഞാൻ പുറത്തും ചെറിയാൻ അകത്തുമാകുന്നു. ദശാബ്ദങ്ങൾ ശ്രീകോവിലിനുള്ളിലായിരുന്നല്ലോ ചെറിയാൻ. അതിനൊരു മഹത്വമുണ്ടായിരുന്നു എന്നെങ്കിലും ചെറിയാൻ സമ്മതിച്ച് തരേണ്ടതാണ് എന്ന് ഞാൻ പറയുന്നു. ഇത്രയേറെ കാലം അവിടെ വാണതല്ലേ എന്നുള്ള ഒരു ഓർമ്മ കൂടി ഉണ്ടാവും. എനിക്കോ എൻ്റെ സഹപ്രവർത്തകർക്കോ ചെറിയാൻ ഫിലിപ്പ് വിശേഷിപ്പിച്ച രീതിയിൽ അധമനായ SFIക്കാരനാകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളൊക്കെ അന്ന് ഭരണത്തിൻ്റെ തണലിൽ ക്യാമ്പസിൽ ഇങ്ങനെ കുതിക്കുന്ന പാറ്റൺ ടാങ്കുകളായിരുന്നില്ലേ എന്നുകൂടി ഒന്ന് ഓർത്തു നോക്കൂ. ആ ഭരണകാലത്തെ മറക്കാൻ ചെറിയാൻ ഫിലിപ്പിനാകുന്നുണ്ടോ? അന്നത്തെ SFI വിദ്യാർത്ഥികളെന്ന് പറയപ്പെടുന്നത് ഇത്രയും തരം താണു പോയവരാണോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ചെറിയാൻ ഫിലിപ്പിന് ഉത്തരം നൽകേണ്ടതുണ്ട് എന്നുകൂടി പറയട്ടെ. ഇനിയെങ്കിലും ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന ചെറിയാൻ ഫിലിപ്പിൻ്റെ വാദങ്ങൾ പൊതുസമൂഹം ഇനി അംഗീകരിക്കില്ല കേട്ടോ. ജയപ്രകാശിൻ്റെ മകൻ സിദ്ധാർത്ഥനുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ അത് കേരള സമൂഹത്തെ ഞെട്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ശക്തിധരൻ ഇങ്ങനൊരു കുറിപ്പ് വയ്ക്കുമ്പോൾ ആ കുറിപ്പിന് അതിനോടൊപ്പം ചേർന്ന് നിന്ന് പോകുവാനുമല്ല ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ 50 വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾക്കുണ്ടായി എന്ന് പറയപ്പെടുന്ന അപകടത്തിൽ നിന്ന് ആരും കാണാതെ താങ്കൾ രക്ഷപ്പെട്ടിരിക്കുകയാണോ? അതോ താങ്കൾക്ക് കല്യാണം പോലും കഴിക്കാൻ പറ്റാത്ത വിധം താങ്കളെ കഠിനമായ മർദ്ദനമുറകൾക്ക് ആ SFIക്കാർ വിധേയമാക്കിയോ എന്ന് തെളിവ് സഹിതം ഈ പറഞ്ഞ ശക്തിധരന് നിങ്ങൾ മറുപടി നൽകൂ. എന്നിട്ട് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് വർത്തിക്കുവാൻ, അതാണ് ശരിയെന്ന് സമർത്ഥിക്കുവാനുള്ള ഒരു ശ്രമം നടത്തും. ഒന്നുകിൽ ശക്തിധരൻ നിങ്ങളെ പൊളിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് 100% തെറ്റാണ്, നുണയാണ്, പൊളിയാണ് എന്ന് പറഞ്ഞു വെക്കുവാൻ തന്നെയാണ് ശക്തിധരൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. മറുപടി കൊടുക്കേണ്ടത് എന്തായാലും ചെറിയാൻ ഫിലിപ്പ് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ചെറിയാൻ ഫിലിപ്പ് 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ക്യാമ്പസുകളിൽ രക്തകലുഷിതമായ ഒരു അന്തരീക്ഷമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ, ഇന്ന് ഈ പൂക്കോട്ട് നടന്ന സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ SFI സ്വീകരിച്ചിരിക്കുന്ന നടപടികളെ അപലപനീയമെന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. മാത്രമല്ല, ഇത്രയും വൃത്തികെട്ടന്മാർ SFI എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവുമായി ചേർന്ന് മുന്നോട്ട് പോകുന്നത് ആ പ്രസ്ഥാനത്തിന് മാത്രമല്ല, അതിൻ്റെ മാതൃപ്രസ്ഥാനത്തിന് വരെ അപകീർത്തികരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശക്തിധരൻ, നിങ്ങളതും ശ്രദ്ധിക്കുക. 2024 SFIക്കാർ ഏത് തരത്തിലാണ് ഈ ക്യാമ്പസുകളിൽ വിളയാടുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് ശരിയാണോ? ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതല്ലേ? വളരെ ശക്തമായി. ഇല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകുന്ന ഒരു പ്രസ്ഥാനമായി SFI മാറുക തന്നെ ചെയ്യും.